ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്നതിലും അന്വേഷണം. രാജ്യാന്തര കണ്ണികൾ കൂടി ഉൾപ്പെട്ട തട്ടിപ്പിൽ പണം എത്തിച്ച വഴികളിലേക്ക് കൂടിയാണ് ഇഡി അന്വേഷണം. കേരളത്തിലെ സമാന തട്ടിപ്പുകളുടെ സമഗ്ര റിപ്പോർട്ട് ഡൽഹിയിലെ ഇഡി ഹെഡ് ഓഫീസ് കൊച്ചി സോണൽ ഓഫീസിനോട് തേടിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ തുടരുന്നുണ്ട്. സുധീഷ്, ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട ചതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് കൂടി കൂടുതൽ അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുകയാണല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കേവലം 4 പരാതികളിൽ നിന്നും മാത്രം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ 12 കോടിയുടെ തട്ടിപ്പാണ്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണമുള്ളത്. ഈ അന്വേഷണത്തിലാണ് ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ മലയാളികളുടെ സിമ്മുകൾ, വിദ്യാർത്ഥികളിൽ നിന്നും സിമ്മുകൾ പോയിരിക്കുന്നു, അവരുടെ മേൽവിലാസം വെച്ചുള്ള അക്കൗണ്ട് വഴി സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നീ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടിയത്. ഇത് രാജ്യത്തിന് പുറത്തുള്ള ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നത് അറിഞ്ഞതോടെയാണ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം, ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതോടെയാണ് അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉള്ള അതിനു വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു എന്ന സൂചനകളിലേക്ക് കൂടി കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും കൂടി അന്വേഷണ പരിധിയിലേക്ക് ഈ സംഭവം വരാൻ പോകുന്നു. അതിലുപരിയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇഡിയുടെ കേന്ദ്ര ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നിസ്സാര കമ്മീഷനു വേണ്ടിയാണ് വിദ്യാർത്ഥികളെയും മറ്റും കരുവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സിമ്മുകൾ ശേഖരിക്കുകയും അത് രാജ്യത്തിന് പുറത്തേക്ക് കടത്തുകയും ആ സിമ്മുകൾ മുഖാന്തരം ഇത്തരം തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിൽ 12 കോടി തട്ടിപ്പ് സംബന്ധിച്ചാണ് കൃത്യമായ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. പലരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട്. ചിലരെ കള്ളപ്പണമായതുകൊണ്ട് തന്നെ അവർക്ക് പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരി തട്ടിപ്പുകളുടെ മറ്റ് സംസ്ഥാനങ്ങളിലെയും എല്ലാം ഇത്തരം സമാനമായ തട്ടിപ്പുകളുടെ വിവരം കൂടി പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു തുകയാകും എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. ആ തുകകൾ വിനിയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണുന്ന സൂചന കൂടി വന്നതോടെ ഇതിനെ NIA അടക്കമുള്ള റോയ് അടക്കമുള്ള ഏജൻസികളുടെ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഈ വിഷയം വരാൻ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഗൗരവതരമായി കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതിന് തടയണം. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ വന്നാൽ പോലും ഇപ്പോഴും പറ്റിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. വിവിധ പ്രശസ്തമായ ട്രേഡിംഗ് കമ്പനികളുടെ പേര് പറഞ്ഞ് വ്യാജ സൈറ്റുകളും മറ്റും രൂപപ്പെടുത്തിയാണ് ഈ തട്ടിപ്പിന് ആൾക്കാരെ ഇരയാക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി മുന്നറിയിപ്പുകൾ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും തട്ടിപ്പിന് ഇരയാവുന്നവർ വീണ്ടും വീണ്ടും വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇതേ സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പ് നടത്തുന്നത് രാജ്യവിരുദ്ധത്തിനോട് ആവുമ്പോൾ അതിൻ്റെ ഗൗരവവും കൂടുകയാണ്. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ ഇതിൽ ചെലുത്തേണ്ട ഉത്തരവാദിത്വം സാധാരണക്കാരായ ജനങ്ങളിലേക്കും വരികയാണെന്നതാണ് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതും. ദേവിക. ഓക്കെ.